ഏൽപ്പിച്ചിരിക്കുന്നതായ വിഷയം സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ്. സംഗീതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ശുശ്രൂഷകളിൽ. അപ്പോൾ ഈ സംഗീതം ഞാൻ ഏറ്റെടുക്കാനുള്ളതായ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് പ്രിയ അധ്യക്ഷൻ അവർ ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്തീയ സംഗീത വിഭാഗങ്ങളിൽ പല ഗ്രൂപ്പുകളിലും ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ പോയി പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴതിനുള്ളതായ സാധ്യതയൊന്നുമില്ല. എന്നിരുന്നാലും ആ പഴയ ഓർമ്മ മനസ്സിൽ കിടപ്പുണ്ട്. ആ ഒരു ഓർമ്മയിൽ നിന്നാണ് പല കാര്യങ്ങൾ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സംഗീതം എന്ന് പറയുമ്പോൾ അതിന് മനുഷ്യചരിത്രത്തോളം തന്നെ പഴമയുള്ളതായ ഒരു ചരിത്രമാണ് അതിനുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്ന യൂബാലിനെ സംബന്ധിച്ചാണ്. അപ്പൊ കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന യൂബാൽ. അപ്പൊ ഇത് മനുഷ്യചരിത്രത്തിന്റെ ആദ്യത്തെ ഘട്ടമാണിത്, അല്ലേ? ലാമെക്കിന്റെ മകനായി ജനിച്ച ഈ യൂബാൽ. അപ്പൊ കിന്നരവും വേണുവും പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഈ കിന്നരം ഉണ്ടായിരുന്നു, വേണു ഉണ്ടായിരുന്നു. വേണു എന്ന് പറയുമ്പോൾ കുഴലാണ്, ഓടക്കുഴൽ, ഈ റൗണ്ടുള്ള കുഴൽ, അതെ, ഓടക്കുഴൽ. ആ ഓടക്കുഴലിന്റെ അത് അന്ന് തന്നെ കണ്ടുപിടിച്ചിരുന്നു. അതിലെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാനുള്ളതായ സംവിധാനം അന്ന് തന്നെ കണ്ടുപിടിച്ചിരുന്നു. കിന്നരം അന്ന് തന്നെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ കിന്നരം, എനിക്ക് സംശയമുള്ളതാണ്, ഈ കിന്നരം എന്ന് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ട് ശബ്ദമൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതിനുള്ള സംവിധാനം ഇല്ലെങ്കിലും ഇവരെങ്ങനെയോ ഈ ശബ്ദത്തെ നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്തെടുക്കാനുള്ള വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കൂട്ടങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഈ കിന്നരം എന്ന് പറയുന്നത്. അതായത് 2 ശമൂവേൽ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേക ആളുകളെ ദാവീദ് തൻ്റെ ആലയത്തിൽ ഏർപ്പെടുത്തിയതായിട്ട്, ശുശ്രൂഷയിൽ ഏർപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 ശമൂവേൽ 6-ാം അധ്യായം 5-ാം വാക്യം. കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം. അപ്പം ഈ കിന്നരം, ഈ വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഈ കിന്നരം അതുപോലെ തന്നെ വീണ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആംപ്ലിഫിക്കേഷൻ ഇല്ലാതെ എങ്ങനെ ഈ ശബ്ദം ആളുകൾ കേട്ടു എന്നുള്ളതൊരു ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ആ കാലത്ത് ഒരു പക്ഷെങ്കിൽ അവരെന്തെങ്കിലും സംവിധാനം ചെയ്ത് കാണണം ഈ ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്യിക്കാനായിട്ട്. ഇലക്ട്രോണിക്കലി ആയിരിക്കുകയല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഈ മെഗാഫോൺ പോലെയുള്ള എന്തെങ്കിലും സംവിധാനം ആ കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവണം ഈ ശബ്ദത്തെ വലുതാക്കി കേൾപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ കാലം മുതൽ തന്നെ ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. ആദ്യത്തെ വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കിന്നരം, വേണു, അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ആദിമകാലത്ത്, പിന്നീട് നമ്മൾ പുറപ്പാട് ദിവസത്തിലാണ് കാണുന്നത്. പുറപ്പാട് ദിവസം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ മിര്യാം കയ്യിൽ തപ്പെടുത്തു, കൂടെ മറ്റു സ്ത്രീകളും തപ്പെടുത്തു, അവര് പാട്ടുപാടിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പൊ താളത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പുറപ്പാടിന്റെ സമയത്ത് അവർ തപ്പ് കൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്ത് പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ പാട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുറപ്പാട് ദിവസം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശ ഇസ്രായേൽ മക്കളും സങ്കീർത്തനം പാടിയതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാട്ടിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. സംഗീതം എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. പിൽക്കാലത്ത് അത് വാസ്തവത്തിൽ മറ്റു മതങ്ങളൊക്കെ കൂടുതലായിട്ട് അങ്ങ് ഏറ്റെടുത്ത് കാണണം. ഇപ്പോഴാണെങ്കിൽ സംഗീതത്തെ കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഹൈന്ദവ മതമാണ്. അപ്പോൾ ഹൈന്ദവ മതം അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പാട്ടുകളെ കൂടുതലും അവരുടെ ഭക്തിപരസരമായ ഒരു നിലയിലേക്ക് അതിനെ മാറ്റിയെടുത്ത് അതിലൂടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, സംഗീതത്തിൽ പ്രാവീണ്യമുള്ളവരാക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. കാരണം കൂടുതലും കീർത്തനങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത് തമിഴിലും ഹൈന്ദവ പശ്ചാത്തലത്തിലുമാണ്.
അപ്പം അതുകൊണ്ട് ഹൈന്ദവർ സംഗീതത്തെ കൂടുതലായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നൃത്തമാണെങ്കിലും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നടരാജ വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഈ നൃത്തത്തിൻ്റെ ഒരു ശാസ്ത്രീയമായ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണല്ലോ. അപ്പോൾ അത് അവരുടെ ശാസ്ത്രീയമായ നൃത്തത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതായ ഒരു വിഗ്രഹമാണ് നടരാജ വിഗ്രഹം. അപ്പോൾ ശാസ്ത്രീയമായ സംഗീതത്തിന് ഇങ്ങനെ ഒരു പുരാണ ഇതിഹാസങ്ങളിൽ സാങ്കല്പിക ദൈവ സന്ദേശം വിളിച്ചറിയിക്കുന്ന തരത്തിലേക്ക് അവർ മാറ്റിയെടുത്തു. പക്ഷേ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പഴയ നിയമത്തിൽ സംഗീത പ്രമാണിമാരുണ്ടായിരുന്നു, അല്ലേ? സംഗീത പ്രമാണിമാർ. ദാവീദ് അങ്ങനെ സംഗീത പ്രമാണിമാരെ പലയിടങ്ങളിലായിട്ട് ആരാധനാ സമയത്ത് നിർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ദാവീദ് തന്നെ കിന്നര വായനയിൽ വളരെയധികം നിപുണനായിരുന്നു. അദ്ദേഹത്തിന് നൈപുണ്യം എന്ന് പറയുന്നത് ദുരാത്മാവ് കയറുന്ന ശൗലിനെ ശാന്തനാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ കിന്നര വായനയ്ക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ അത്രമാത്രം അതിൽ അദ്ദേഹം അഗാധമായ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഈ സംഗീതം ഒരിക്കലും മറ്റൊരു മതത്തിന് അവകാശപ്പെടാനായിട്ട് സാധിക്കുകയില്ല. വാസ്തവത്തിൽ അത് നമ്മുടെ ദർശനവുമായിട്ട് തിരുവെഴുത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭമുള്ളതായ ഒരു ശാഖയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യഹോവയുടെ പെട്ടകം കൊണ്ടിരുന്ന സമയത്ത് സംഗീതക്കാർക്ക് പ്രത്യേക സ്ഥാനം തന്നെ കൊടുത്തിരുന്നു. 15-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം നൽകിയാണ് സംഗീതത്തിന് അതാതിടങ്ങളിൽ അവരെ നിർത്തിയിട്ടുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. പഴയ നിയമകാലത്ത് സങ്കീർത്തനത്തിൽ സംഗീത പ്രമാണിമാർക്ക് വേണ്ടി പ്രമാണികൾക്ക് എന്ന് ഹെഡിങ് ഉള്ളതായ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചീഫ് മ്യൂസീഷ്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് യഥോചിതം ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നതായ സങ്കീർത്തനങ്ങൾ. ഇനി പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴോ എഫെസ്യർ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. 2 വാക്കുകളോടെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്നു. സംഗീതം എന്ന് പറയുന്നത് രാഗതാള ലയ നിബദ്ധമാണ്. ഞാൻ ഒരുപാട് സംഗീത മത്സരങ്ങൾക്ക് മാർക്കിടാനായിട്ട് പോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. ഞാൻ അധ്യാപകനായതുകൊണ്ട് സ്കൂളിലെ കുട്ടികളുടെ മത്സരങ്ങൾ വരുമ്പോൾ സംഗീതത്തിന് മാർക്കിടാനായിട്ട് വിളിക്കും. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. രാഗമുണ്ടോ, താളമുണ്ടോ, ലയമുണ്ടോ എന്ന് നോക്കും. അപ്പൊ രാഗം, താളം, ലയം 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വളരെ സങ്കടകരം എന്ന് പറയട്ടെ, നമ്മുടെ പല മീറ്റിങ്ങുകളിലും രാഗവും ഇല്ല, താളവും ഇല്ല, ലയവും ഇല്ലാതെ, വെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന ഒരുപാട് രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സംഗീതം എന്ന് പറയുന്നത് സപ്തസ്വരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള 7 സ്വരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 7 സ്വരങ്ങളാണ്. ആ സ്വരങ്ങൾ നമുക്കറിയാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഈ സപ്തസ്വരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പൊ ഈ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വരസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ പാടേണ്ടുന്നത്. ആ സ്വരസ്ഥാനങ്ങൾ പല കാലങ്ങളിൽ പാടാൻ സാധിക്കും. അപ്പോൾ ആ സ്വരസ്ഥാനങ്ങളാണ് എല്ലാ വാദ്യോപകരണങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി എന്ന് പറയുന്നതായ ആ നോട്ട്, അത് വാസ്തവത്തിൽ മലയാളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സരി ഗമ എന്ന് തുടങ്ങുന്നതായ ആ സപ്തസ്വരങ്ങളാണ്. ഇനി ഇതിന് സ്വരസ്ഥാനങ്ങൾ അതിന് മാത്രയുണ്ട്. ആ മാത്രയാണ് ഇതിൻ്റെ താളമായിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് 1 മാത്ര വരുന്ന താളങ്ങളുണ്ട്. നമ്മളിങ്ങനെ താളം അടിച്ച് പോവുകയാണെങ്കിൽ സരി ഗ മ പ ധ നി സ. ഇത് ഓരോ മാത്രയിലാണ്. ഇത് 2 മാത്ര ചേർത്ത് പാടാനായിട്ട് സാധിക്കും. സരി ഗ മ പ ധ നി സ. 2 സ്വരങ്ങൾ ചേർത്ത് പാടുന്ന. ഇപ്പോൾ താളം സെയിം താളത്തിലാണെങ്കിലും 2 സ്വരങ്ങൾ ചേർത്ത് പാടുക. 4 സ്വരങ്ങൾ ചേർത്ത് പാടാൻ പറ്റും.
സരി ഗ മ പദ നി സ നി ധ പ മ ഗ രി സ. 4 സ്വരങ്ങൾ ചേർത്ത് പാടാം, 8 സ്വരങ്ങൾ ചേർത്ത് പാടാം. സരി ഗ മ പദ നി സ നി ധ പ മ ഗ രി സ. 8 സ്വരങ്ങൾ ചേർത്ത് പാടാം. ഇത് തന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ മാത്ര വ്യത്യാസപ്പെടുത്തിയാണ് പല രാഗങ്ങളുണ്ടായിരിക്കുന്നത്. മായാമാളവ ഗൗള എന്ന് പറയുന്ന രാഗമാണ് നമ്മൾ ഈ സ്വരസ്ഥാനങ്ങൾ ബേസിക്കായിട്ട് പാടിപ്പോകുന്ന രാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വ്യത്യാസം വരുത്തി നമ്മൾ പാടാറുണ്ട്. അതായത് സ്വരസ്ഥാനങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ വരുത്തി പാടുമ്പോൾ രാഗങ്ങൾ വ്യത്യാസമായിട്ട് പോകുന്നു. വ്യത്യസ്തമായ രാഗങ്ങൾ ഈ സ്വരസ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുത്തി കൊണ്ടുവരുന്നതിനനുസരിച്ചുള്ള രാഗങ്ങൾ വ്യത്യാസപ്പെടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സരി 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 ഗ മ പദ നി സ നി ധ പ മ ഗ രി സ. മറ്റൊരു രാഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. സരി സരി ഗ മ പ സരി ഗ മ പദ നി സരി ഗ മ പദ നി സ നി ധ പ മ ധ പ മ ഗ ധ പ മ ഗ രി ധ പ മ ഗ രി സ. അപ്പൊ ഈ സ്വരസ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുത്തി പല രാഗങ്ങളും നമുക്ക് ഉണ്ടാക്കിയത്. അതിലേക്ക് ഞാൻ ദീർഘമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെ സ്വരസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ പാട്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പാട്ടുണ്ട്, നമ്മൾ നീതിയാം യഹോവ എന്നുള്ള പാട്ടിൽ സ്വരങ്ങൾ ചേർത്താണ് കെ.വി. സൈമൺ സാർ ആ പാട്ട് എഴുതിയിട്ടുള്ളത്. നീതിയാം യഹോവയേ തിരു ചരണമെൻ്റെ ശരണം, ശ്രീതരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതന്നെ. നീ സരി സരി മരി മ പ നി പ മ പസ സ നി പ നി പ മരി പ മരി മരി സ. നീയൊരു കരുണാരസമാന സമാന നിശമിരി പദാല സാമ്യ സുഖം മമ നീതിയാ. പടാ സ്വരസ്ഥാനങ്ങൾ ചേർത്താണ് അദ്ദേഹം പാട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ മനോഹരമാക്കാനായിട്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ സ്വരങ്ങൾ ചേരുമ്പോൾ ഈ പാട്ട് വളരെയധികം മനോഹരമാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്നതായ കാര്യം. ഞാൻ ആ ശ്രുതി ഒന്ന് കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമുക്കറിയാം, ഏതൊരു പാട്ടും അതിൻ്റെ ശ്രുതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ശ്രുതി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ യോഗങ്ങളിലൊക്കെ മിക്കവാറും ചിലർ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പാടാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ പാട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചേർന്ന് പാടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം എന്താ? ജോർജ് ഞാൻ പറഞ്ഞാണ് അതിന് കറക്റ്റ്. ഈ പാട്ട് തുടങ്ങുമ്പോൾ ശ്രുതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു ജി സ്കെയിലാണ്. ഈ സ്കെയിലിൽ നമുക്ക് പാടാവുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ മാത്രമേ ഇത് പാടാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ട് ശ്രീയേശുനാമം എന്നുള്ള പാട്ടായിക്കോട്ടെ. ഇതിൽ നമ്മൾ ആരംഭിക്കാൻ വിചാരിക്കുക. ഇതാണ് ഇതിൻ്റെ ശ്രുതി. നമ്മൾ മൂളി നോക്കണം. ശ്രീയേശുനാമം അതിശയനാമം. അങ്ങ് ഒത്തിരി മുകളിലാണ്. ഏഴയനിക്കുംബനാമം. അടുത്ത ലൈൻ പാടാൻ പറ്റുമോ? അതാണ്. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഹൈ പിച്ച് വരുന്നത് എവിടെയാണോ അത് നോക്കിയിട്ടേ പാട്ട് തുടങ്ങാവൂ. ഈ ശ്രുതിയിൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ പറ്റത്തില്ല. അവിടെ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, അല്ലേ? ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. പിന്നെ അടുത്തത് ബുദ്ധിമുട്ടാണ്, ഹൈ പിച്ചിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ചിലര് പാട്ട് പാടി തുടങ്ങിയാൽ ഈ ശ്രുതിയിൽ പാടും. അപ്പോൾ പാട്ട് ആരംഭിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്?
എല്ലാവർക്കും പാടാവുന്ന ശ്രുതിയിലെ പാട്ട് തുടങ്ങാം. അല്ലെങ്കിൽ പാട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതങ്ങനെ പാടും. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം പാപ പരിഹാരാർത്ഥം. പിന്നെ നമ്മൾ താഴോട്ട് വരും. അയപ്പിച്ച് പോകേണ്ടതാണ്. നമ്മൾ അവിടെ എടുക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മൾ പിന്നെ താഴെ ഇറങ്ങിയിട്ട് താഴെ കൊണ്ടുപോകും. അപ്പോൾ പാട്ട് പോയി. അപ്പോൾ പാട്ട് ആരംഭിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ത്? എല്ലാവർക്കും പാടാവുന്ന കൃത്യമായ, അതെ. അപ്പോൾ ശ്രുതി വളരെ കറക്റ്റായിട്ട്, അപ്പോൾ ഹൈപ്പിച്ച് പാടാവുന്നൊരു ശ്രുതി എടുത്തിട്ട് അതിൽ വേണം നമ്മൾ പാട്ട് ആരംഭിക്കാൻ. ശ്രുതി എന്ന് പറയുന്ന പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇതിൽ ഒരുപാട് സ്കെയില് ഇതിൽ കിടപ്പുണ്ട്, പല ശ്രുതി കിടപ്പുണ്ട്. ഇത് വേറെ ശ്രുതിയാണ്. ഇത് നമുക്ക് ഒട്ടും ഒക്കത്തില്ല, ഒത്തിരി ഹൈപ്പിച്ചിലേക്ക് പോകും. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിൽ തപ്പിയെടുക്കണേ. നമുക്ക് പാടാവുന്ന ശ്രുതി ഏതാണോ അതിൽ നമ്മൾ പാട്ട് പാടേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ശ്രുതി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ എന്നുള്ളതായ പാട്ട് നമുക്കത് ഹൈപ്പിച്ചുള്ള പാട്ടാണ് അല്ലേ? അവനൊപ്പം പറയാൻ അത് സാറിൻ്റെ ടി കെ ശമൽ സാർ എഴുതിയ പാട്ടാണ്. അപ്പോൾ വളരെ സാവധാനത്തിൽ താഴെ നിന്നാണ് തുടങ്ങുന്നത്. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. താഴെയും തുടങ്ങി ഓരോ പടി മുകളിലേക്ക് കയറിപ്പോകുന്ന പാട്ടാണ്. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെപ്പോലാരാധ്യനാരുമില്ല. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. താഴേന്ന് തുടങ്ങി മുകളിലേക്ക് ഓരോ പടി കയറി പോകുന്നൊരു പാട്ടാണ് ഈ ആയിരങ്ങളിൽ സുന്ദരൻ ഉള്ളത്. അപ്പം എത്ര മനോഹരമായിട്ടുള്ള പാട്ടാണ്. പക്ഷേ അതിൻ്റെ ശ്രുതി എന്ന് പറയുന്നത് ഏറ്റവും താഴെ ബേസിൽ നിന്ന് തുടങ്ങി സാവധാനത്തിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു ഗാനമാണ്. അപ്പോൾ പാട്ട് ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ ശ്രുതി നോക്കി എല്ലാവർക്കും പാടാവുന്ന ഒരു ശ്രുതിയിൽ. എന്നാൽ ചില പാട്ടുകളാണെങ്കിൽ തീരെ അങ്ങ് ശ്രുതി താഴ്ത്തി പാടിക്കഴിഞ്ഞാൽ അത് മനോഹരമാകത്തില്ല, പാടി ഫലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ പാടി ഫലിപ്പിക്കാവുന്ന ഒരു ശ്രുതി ഏതാണോ അങ്ങനെയുള്ള ശ്രുതി കണ്ടുപിടിച്ച് വേണം നമ്മൾ പാട്ട് പാടാനായിട്ട്. അപ്പം നമ്മുടെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശുശ്രൂഷ ഏറ്റവും മനോഹരമാകണമെങ്കിൽ പാട്ട് ഏറ്റവും ഭംഗിയാകണം. ഇവിടെ സഹോദരന്മാർ രാവിലെ നമ്മുടെ പ്രിയ സഹോദരൻ പാട്ട് പാടി, കുറച്ച് മുമ്പേ നമ്മുടെ ജോയ്സ് പാട്ട് പാടി. അപ്പോൾ പാട്ടിലെല്ലാം ശ്രദ്ധിച്ചാൽ കാര്യം അറിയാം, ഇതിൻ്റെ രാഗവും താളവും എല്ലാം വളരെ സൂക്ഷ്മമായി മൈക്രോ ലെവലിൽ അവർ ശ്രദ്ധിച്ചാണ് ഈ പാട്ടുകൾ പാടുന്നത്. പാട്ടിന് നമ്മുടെ ശുശ്രൂഷയെ മനോഹരമാക്കാൻ സാധിക്കും, അതിനെ ഏറ്റവും ഫ്ലോപ്പാക്കാനും സാധിക്കും. പാട്ടെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ്, ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ടാണ് മറ്റ് എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്ത് ചെയ്യുന്നു, പാട്ടുകൾക്ക് വേണ്ടി ഒരു കൊയറിനെ തന്നെ അവരുടെ സഭയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ആംഗ്ലിക്കൻ സഭയാണെങ്കിൽ, CSI പോലുള്ള സഭകളാണെങ്കിൽ അവർ ആ പാട്ടിനെ ആംഗ്ലിക്കൻ സ്റ്റൈലിൽ ചിട്ടപ്പെടുത്തിയെടുത്ത് അവരുടെ ചർച്ച് ഓർഗൻ വെച്ചിട്ടാണ് ഒരു പാട്ട് പാടുന്നത്. ചർച്ച് ഓർഗൻ എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു ബാസ് സൗണ്ട് വരും. നിങ്ങളൊരു CSI ചർച്ചിനുള്ളിലേക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ബാസ് സൗണ്ടും ആരാധനയ്ക്ക് ചേർന്നതായ ഒരു ഇൻസ്ട്രുമെൻ്റൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിനെ ഞാൻ ഒരിക്കലും ചെറുതായി കാണുന്നില്ല. എന്നാൽ പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ അങ്ങനെ സാധാരണയായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാറില്ല. പക്ഷേ ആരാധനയ്ക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കുന്ന ഒരു നല്ല സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ, ഒരു പ്രൗഢിയുള്ള ഒരു ശുശ്രൂഷയെ കാണിക്കുന്നതിന് വേണ്ടി അവർ ആ ചർച്ച് ഓർഗൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരുപാട് സഭകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, എപ്പിസ്കോപ്പൽ ചർച്ചസിൽ. അത് അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുകയല്ല. നമ്മുടെയൊക്കെ പല പരിപാടികളിലും അലക്ഷ്യമായിട്ട് കയറ്റി ഉപയോഗിക്കുന്ന രീതികൾ കണ്ടിട്ടുണ്ട്. ചുമ്മാ അത് ആവശ്യമില്ലാത്ത മ്യൂസിക്കും ഇട്ട് ഭയങ്കര ചില കല്യാണങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ, സന്ദർഭവശാൽ ഞാൻ പറയുകയാണ്, ചില കല്യാണങ്ങൾക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ കല്യാണത്തിൻ്റെ ശുശ്രൂഷ എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ കർണകഠോരമായ ശബ്ദമാണ് ഇതിനകത്ത് തോന്നി കിട്ടുന്നത്. ഇതിനകത്ത് നിന്ന് ആളുകൾക്ക് ഈ സംസാരിച്ചാലൊന്നും കേൾക്കത്തുമില്ല,
ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവരുടെ മ്യൂസിക്കുകാർ അങ്ങോട്ട് നിന്നിട്ട് മ്യൂസിക് ഗ്രൂപ്പുകാർ ഭയങ്കരമായ ശബ്ദത്തിൽ അടിച്ച് തകർത്തുള്ള പാട്ടുകൾ. പക്ഷേ പാട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മൈക്രോ ലെവലിൽ കേൾക്കാവുന്ന, ആസ്വദിക്കാവുന്ന മനോഹരമായ ആ ശബ്ദ മധുരിമ അതാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ബാസ് കേൾക്കേണ്ടടുത്ത് ബാസ് വേണം, ട്രബിൾ കേൾക്കേണ്ടടുത്ത് അത് വേണം, അല്ലേ? എല്ലാ ശബ്ദങ്ങളും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ടോട്ടൽ മ്യൂസിക്, അതാണ് നമ്മളെ ആകർഷിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ പാട്ടിൻ്റെ താളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രുതി പോലെ തന്നെ, രാഗം പോലെ തന്നെ താളം വളരെ പ്രധാനപ്പെട്ടതാണ്. താളം നമുക്കറിയാം, പല താളങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു പാട്ടിന് താളമായിരിക്കില്ല മറ്റൊരു പാട്ടിന്. 6/8 എന്ന് പറയുന്ന ഒരു താളമുണ്ട്. അതിനാണെങ്കിൽ നമ്മുടെ യേശുവോട് ചേർന്ന് എത്ര മോദം എന്നുള്ള പാട്ട്, ആ പാട്ടിൻ്റെ താളം മറ്റൊരു പാട്ട് പോലെയല്ല, അല്ലേ? പാടി നോക്കി പറയും, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഈ താളമല്ല വേറൊരു പാട്ട് പാടുമ്പോൾ. ഉദാഹരണത്തിന് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചുള്ള പാട്ടാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. താളം മാറി. നമ്മുടെ സഭയിൽ സാധാരണ ഇതിൽ ആകെപ്പാടെ ഒരു തമ്പേർ കാണും. ഈ തമ്പേറിലാണ് എല്ലാ താളവും കൊണ്ടുവരുന്നത്. ഒറ്റ താളമേ ഉള്ളൂ. യേശുവോട് അത് തന്നെ. നമ്മളെല്ലാ പാട്ടിനും ഒറ്റ താളം. അങ്ങനെ വന്ന് പാട്ടിൻ്റെ ട്യൂണ് വരെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഈ തമ്പേറിൻ്റെ ഈ അതിപ്രസംഗം കൊണ്ട് യേശുവോട് ചേർന്നിരിക്കുക എന്നുള്ള ആ ട്യൂണ് നമ്മൾ മാറ്റിയിട്ട് എങ്ങനെയാക്കി ഈ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചുള്ള പാട്ടിൻ്റെ താളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. കാരണം കൈയടിച്ച് നമുക്ക് പാടണം. അതുകൊണ്ട് ഇപ്പോൾ ഓരോ പാട്ടിനും താളമുണ്ട്, താളത്തിന് പ്രത്യേകതയുണ്ട്. ആ താളം വ്യത്യാസപ്പെടാതെ പാടേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുശ്രൂഷകളുടെ മനോഹാരിതയ്ക്ക് താളം വളരെ പ്രധാനപ്പെട്ട. താളം പോയാൽ പിന്നെ പാട്ടില്ല. എല്ലാറ്റിലും ഒരു താളമുണ്ട്. ആ താളമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു താളമാണ്. നമ്മൾ നടക്കുമ്പോൾ ഒരു താളമുണ്ട്, അല്ലേ? താളത്തിനനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്. എല്ലാറ്റിനും ഒരു താളമുണ്ട്. അല്ലെ, നമ്മൾ ചുമ്മാ നടന്നു നോക്കുമ്പോൾ അറിയാം നമ്മൾ കാല് വെക്കുന്നത് ഒരു താളത്തിനനുസരിച്ചാണ്. അപ്പൊ ആ ജീവിതഗന്ധിയായിട്ടുള്ള താളമാണത്. ആ താളം തെറ്റിക്കഴിഞ്ഞാൽ അവതാളമായിട്ട് മാറും, പാട്ടെല്ലാം ഫ്ലോപ്പായി പോകും. അതുപോലെ തന്നെ പാട്ട് നമ്മൾ ലയിച്ചു പാടേണ്ടതാണ്. നന്നായിട്ട് ലയിച്ചാണ് നമ്മൾ പാട്ട് പാടേണ്ടത്. പാട്ടിൽ നമ്മൾ ചേർന്ന് അതിൻ്റെ ലയിച്ച് പാടിപ്പോണം. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ എപ്പോഴും അനുഭവം ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമ്മളത് ലയിച്ച് പാടിപ്പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആ പാട്ടിൽ ലയിച്ച് അതിനകത്ത് രാഗവും താളവും ഭാവവും എല്ലാം ചേർന്ന് ലയിച്ച് പാടുമ്പോഴാണ് നമുക്കത് വളരെ മനോഹരമായിട്ട് തോന്നാറുള്ളത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, സമയം തീരുന്നതുകൊണ്ട്. ഇപ്പം ലയിച്ച് പാടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായി നമ്മൾ പാട്ട് പാടുമ്പോൾ ലയിച്ച് പാടും. ഇപ്പോൾ ഉദാഹരണം നീയൻ സ്വന്തം എന്നുള്ള പാട്ട് JV പീറ്റർ അവർ എഴുതിയ പാട്ടാണ്. അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്, അല്ലേ? നന്നായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. അങ്ങനെ അങ്ങോട്ട് ലയിച്ച് നമ്മളങ്ങോട്ട് പാടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുന്നതും. ചൂടേറിയ മരുഭൂയാത്രയിൽ ദാഹത്താൽ എന്നുള്ളം തളരുമ്പോൾ എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ ലയിച്ച് പാടിക്കഴിയുമ്പോൾ മറ്റെല്ലാം മറന്നിട്ട് ആ പാട്ടിൻ്റെ അന്തസത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ ലയിച്ചു പാടുവാൻ നമുക്ക് സാധിക്കണം. ഗാനങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളുള്ള പാട്ടുകൾക്ക് അർത്ഥങ്ങൾ തമ്മിലും ട്യൂണുകൾ തമ്മിലും ഒക്കെ വ്യത്യാസമുണ്ട്. വ്യത്യസ്തങ്ങളായ പാട്ടുകളാണ് പാടാറുള്ളത്. ഓരോ പാട്ടിനും ഓരോ ഭാവമാണുള്ളത്. ആ ഭാവങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതായ ഭാവങ്ങളാണ്.
സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച ഒരു പാട്ടുണ്ട്, കർത്താവേ നിൻ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷം എന്നുള്ള പാട്ട് അല്ലേ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. തന്നെ ഇരുന്നിങ്ങനെ പാടി നോക്കുമ്പോൾ നമ്മുടെ കണ്ണെല്ലാം നിറയണം അല്ലേ. തനിയെ ഇരുന്ന് അതിൻ്റെ അർത്ഥമൊക്കെ അങ്ങോട്ട് നോക്കി തനിയെ ഇരുന്ന് അങ്ങോട്ട് പാടുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നിറയും. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33.5 കൊല്ലം ഭൂലോകത്തിൽ പാർത്തല്ലോ നീ. അങ്ങനെ അങ്ങോട്ട് പാടുമ്പോൾ നമ്മളെ ലയിച്ച് പാടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ പാട്ടിന് എന്തെല്ലാം സാധിക്കും? നമ്മളിരിക്കുന്ന ഇടത്ത് നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും, മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പലതും നോക്കിയാൽ ഈ ഒരു ടച്ച് അതിനകത്തുണ്ട്. മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു ഫീൽ അതിനകത്തുണ്ട്. അപ്പോൾ പാട്ടുകൾക്ക് എത്ര ഞാൻ ഈ പാട്ട് ഒരു തവണ ഇത് പാടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സംവിധാനമുണ്ട്. ഇത് ട്രാക്ക് ഇട്ട് പാടി ഞാൻ എൻ്റെ കൂട്ടുകാർ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതിലിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ അതിന് തിരിച്ചിങ്ങോട്ട് മറുപടി ഇട്ടു, സാം ഞങ്ങളിത് പാട്ട് കേട്ടിട്ട് കരഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞുപോയി, ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിപ്പോയി. കാരണം പാട്ടിന് മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ളത് നേരനുഭവത്തിലൂടെ നമുക്ക് ഒരു നേർക്കാഴ്ചയായിട്ട് നമ്മുടെ മുൻപിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി. അപ്പം നമ്മുടെ ശുശ്രൂഷകൾ ഈ ഒരു തലത്തിലേക്കൊന്ന് മാറി വരണം. വെറുതെ പാട്ട് പാടി പോവുകയല്ല, പാട്ടുകൊണ്ട് ആളുകളെ അവരെ സ്വയം മറക്കാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു മീറ്റിംഗ് എന്നായിരിക്കട്ടെ 2 പാട്ട് ആദ്യം തുടക്കം 2 പാട്ട് പാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. പ്രസംഗിക്കാനുള്ള ആൾ വന്നില്ല, ഒരു 5 മിനിറ്റ് താമസിക്കുക, എന്നാലിരിക്കട്ടെ ഒരു പാട്ട്. പാട്ട് പാടുമ്പോഴും നമ്മൾ വെളിയിലോട്ട് നോക്കിയാണ്, ആൾ വരുന്നുണ്ടോ. അപ്പോൾ പാട്ട് എന്തിനു വേണ്ടിയുള്ളതാണ്? ഇടപോക്കാനുള്ളത്, സമയം പോക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞു. പക്ഷേ ആ പാട്ടിനെ യഥാർത്ഥമായിട്ട് അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ അന്തസത്തയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വലിയ ഫീൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആരാധനാ ശുശ്രൂഷകളാണെങ്കിൽ ആരാധനയ്ക്കുള്ള പാട്ടുകൾ പ്രത്യേകമാണ്. പല നിലയിൽ ആരാധനയ്ക്കുള്ള പാട്ടുകൾ പാടുന്നവരുണ്ട്. ഭയങ്കരമായിട്ട് ഡ്രംസും ഒക്കെ ഉപയോഗിച്ച് വലിയ ശബ്ദത്തിൽ ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ ആരാധന ചെയ്യുന്നവരുണ്ട്. ശാന്തമായി ആരാധന നടത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ ഗീതങ്ങളിൽ ആരാധനാ ഗീതങ്ങൾ എന്നുള്ളതായ ഒരു തലക്കെട്ടോടുകൂടെ കുറേ പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ പാട്ടുകളും ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ആ പാട്ടിന് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, സാവധാനമായിരിക്കും. അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് ഒരു സാധാരണ നോർമൽ പിച്ചിൽ വളരെ സ്ലോ ആയിട്ട് പാടി പോകേണ്ടുന്നതായ പാട്ടുകളാണ്. കാരണം ആരാധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന പാട്ടുകൾ. ഉദാഹരണം പറയാം, സ്നേഹനിധേ കൃപാസമുദ്രമേ നമസ്കാരം. ഇത്ര ഭക്തിയോടെയാണ് നിൽക്കുന്നത്, അറിയാമോ? ദൈവത്തിൻ്റെ മുമ്പിൽ അടിച്ചു തുള്ളി പാടുകയല്ല, വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് വണങ്ങി നമസ്കരിച്ചിട്ട് പറയുകയാണ്, സ്നേഹനിധേ കൃപാസമുദ്രമേ നമസ്കാരം. ക്രൂശിതനാം ദേവാട്ടിൻ കുട്ടിയേ സദാസ്തോത്രം. ഇപ്പോൾ മനസ്സ് പോവുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ സ്വയം താഴ്ത്തി ക്രൂശിതനായ ദേവാട്ടിൻ കുട്ടിയുടെ മുൻപാകെ നിന്നിട്ട് പറയാണ്, കർത്താവേ സ്തോത്രം. സർവമഹത്വത്തിനും
തിന്നും സർവദാ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പാടി പാടി പോകുമ്പോൾ ആരാധനയിലേക്ക് നമ്മളെ എടുത്തുകൊണ്ടുപോകുന്ന വരികളാണിത്. അപ്പൊ അതാണ് ഈ ആരാധനാ സമയത്ത് പാടുന്ന പാട്ടുകളൊക്കെ എത്ര ശ്രദ്ധിച്ചെടുക്കേണ്ട പാട്ടുകളാണെന്നറിയാമോ. പക്ഷെ നമ്മൾ ആ ഒരു ചിന്തയില്ലാതെ കിട്ടുന്ന പാട്ടുകളെല്ലാം നമ്മൾ വെച്ച് പാടാറുണ്ട്. പക്ഷെ പാടില്ല, ഞാൻ പറയുന്നത് ഒരിക്കലും പാടില്ല. നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ആരാധനാ സമയത്ത് പാട്ടുകൾ പാടാവൂ. കാരണം ആ പാട്ട് നിങ്ങളുടെ ആരാധന നിർത്താൻ സാധിക്കും, നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കാൻ സാധിക്കും, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉയർത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പാട്ട് മതി. അപ്പൊ എത്രമാത്രം, അതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ല പാട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ഫെയറസ്റ്റ് ഓഫ് ഓൾ ദ എർത്ത് ബിസൈഡ് എന്ന് പറയുന്ന പാട്ട്. ഫെയറസ്റ്റ് ഓഫ് ഓൾ ദി എർത്ത് ബിസൈഡ്, chiefest of all unto thy bride, fullness divine in thee I see, wonderful man of Calvary, that man of Calvary. പാടുമ്പോൾ നമ്മുടെ മനസ്സിനെ കാൽവറിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ നോക്കണം, പാട്ടിന്റെ സ്വാധീനം എത്ര വലുതാണ്. അപ്പോൾ പാട്ടിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്, ഏറ്റവും ഉന്നതമായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരാധനയ്ക്കായിട്ടുള്ള പാട്ടുകൾ, ആരാധനാ ഗീതങ്ങൾ, നമ്മൾ ഇതിൽ പാട്ടുപുസ്തകത്തിൽ സ്തോത്രഗാനങ്ങളുണ്ട്, ആരാധനാ ഗാനങ്ങളുണ്ട്, ഹോളി കമ്മ്യൂണി, അതായത് നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് പാടുന്ന പാട്ടുകളുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ ട്യൂണിലുള്ള പ്രത്യേകത, വാക്കുകളിലുള്ള പ്രത്യേകത എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പാട്ട് പാടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ആരാധനാ സമയത്ത് എഴുന്നേറ്റ് എന്നൊരു പ്രബോധനം പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരാൾ എഴുന്നേറ്റ് എന്ന് ഈ ഫീലോടുകൂടെ ഈ പാട്ടൊന്ന് പാടാൻ സാധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനമായിട്ടത് മാറുകയാണ്. അത്ര ആ നിലയിൽ പാടണം. അത് നമ്മൾ സാധാരണയായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ നമ്മുടെ മാനുഷികമായിട്ടുള്ള ഇതിനപ്പുറത്തുള്ള കൃത്രിമമായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മുടെ ആരാധനയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കേണ്ടത് നമ്മൾ അത് സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മുടെ ശബ്ദങ്ങൾ അതിനനുയോജ്യമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇനി പാട്ടിന് ചില പ്രത്യേകതകളുണ്ട്. പാട്ടിനെ മനോഹരമാക്കുന്ന ചില സ്ലെയറുണ്ട്. സ്ലെയറുകളാണ് പാട്ടിനെ മനോഹരമാക്കുന്നത്. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് സുന്ദര രക്ഷകനെ എന്നുള്ള പാട്ട് നമ്മുടെ എമിച്ചനാൻ സാർ എഴുതിയിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് ഒറ്റയ്ക്ക് പാടാവുന്ന പാട്ടാണ്, ഒരു സോളോയാണ്. അതിൽ നല്ല സ്ലെയർ ഉണ്ട്. നല്ല സംഗീതം പഠിച്ചിട്ടുള്ള ഒരു പാടുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് അത് നമുക്ക് അത്രയും സാധിക്കുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമിന്നുമെന്നുമനന്യനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. അപ്പൊ അതിലെ സ്ലെയറൊക്കെ ചേർത്ത് പാടുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്. നമുക്ക് അത്രയും സാധാരണ സാധിക്കില്ല. ശരിക്കും സ്വരസ്ഥാനങ്ങൾ വെച്ച് സംഗീതം നന്നായിട്ട് പഠിച്ചിട്ടുള്ള സ്ലെയർ പാടി പരിചയമുള്ളവർക്കാണെങ്കിൽ അത് നല്ല സ്ലെയർ അങ്ങോട്ട് പാടി കഴിയുമ്പോൾ, അത് മലയാളത്തിലാണെങ്കിൽ ഒരു വൃഗ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ആ പാട്ട് പാടുമ്പോൾ അതങ്ങ് ആകർഷകമാകുകയാണ്, മനോഹരമാകുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. അപ്പം അങ്ങനെ പാട്ടിനെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. പാട്ടുകൾ പല തരത്തിലുള്ള പാട്ടുകളുണ്ട്. തനിയെ പാടേണ്ട പാട്ടുണ്ട്, കൂട്ടത്തിൽ പാടേണ്ടുന്ന പാട്ടുണ്ട്. ചില പാട്ടുകൾ തന്നെ പാടേണ്ടുന്ന പാട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എണ്ണി എണ്ണി സ്തുതിക്കുക എന്നുള്ള പാട്ട് നമ്മൾ കൂട്ടത്തിൽ പാടാൻ പറ്റാത്ത പാട്ടാണത്. പക്ഷെ നമ്മൾ യോഗത്തിനും പാടും. എണ്ണി എണ്ണി സ്തുതിക്കുക എന്നുള്ള പാട്ട്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. അത് സ്റ്റാൻസ പാടുമ്പോൾ
കൂട്ടത്തിൽ പാടാൻ പറ്റത്തില്ല. ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുന്നിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ എണ്ണി എണ്ണി. ഇപ്പം അങ്ങനെ പാടി പോകണമെങ്കിൽ തനിയെ പാടുമ്പോഴാണ് എൻ്റെ മനോഹാരിത കൂടുതലുണ്ടാകുന്നത്. സോളോയാണ്. എന്നാൽ കൂട്ടത്തിൽ പാടുന്ന, നമ്മുടെ കൂട്ടായി പാടുന്ന ഒരുപാട് കോറസ് ഉണ്ട്. അതാണ് നമ്മൾ സാധാരണയായിട്ട് യോഗങ്ങൾക്ക് പാടാറുള്ളത്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള പാട്ടും കൂട്ടത്തിലുള്ള പാട്ടും ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ യോഗങ്ങളിൽ പാട്ട് പാടാനായിട്ട്. പാട്ട് പാടുന്നതിൻ്റെ മൈക്രോ ലെവലിൽ പാടി, പക്ഷെ നമ്മൾ പാട്ട് പാടി ഇതിനെ ചിലപ്പം വിരൂപമാക്കാറുണ്ട്. വിരൂപം അതുകൊണ്ടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യാഹ്വേ സ്തുതിപ്പിനവൻ ശുദ്ധ മന്ദിരത്തിൽ ആഹ്വാനം ചെയ്തു ഒരു വാലുണ്ട് അവിടെ അല്ലേ? നമ്മളറിയാതെ അതിനിടയ്ക്ക് ഒരു വാല് കയറി വരും. എല്ലാ പാട്ടിനും വരും ഇത്. മനസ്സിലായോ അവിടെ ആ വാല് കയറ്റി വെച്ചത്? യാഹ്വേ സ്തുതിപ്പിനവൻ ശുദ്ധ മന്ദിരത്തിൽ ആഹ്വാനം ചെയ്തു ഘോഷിപ്പീൻ. യാഹ്വേടാ അവിടെ കയറ്റി അങ്ങ് പാടും. ഒരു വരി മറ്റൊരു വരിയോടെ ചേർത്തൊരു വാലും ഫിറ്റ് ചെയ്ത് നമ്മൾ പാടും. എല്ലാ പാട്ടിനും നമ്മളിത് വെക്കാറുണ്ട്. ഏത് പാട്ട് പാടിയാലും നമ്മൾ ഈ വാല് കയറ്റി ഫിറ്റ് ചെയ്താണ് പാടാറുള്ളത്. പക്ഷെ അങ്ങനെ പാടരുത് എന്നാണ് പാട്ടിൻ്റെ മനോഹാരിത സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. നിർത്തേണ്ടിടത്ത് നിർത്തി, എടുക്കേണ്ടിടത്ത് എടുത്ത് വളരെ കൃത്യമായിട്ട് ആ പാട്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടണം. പാട്ടുകൾ പാടുമ്പോൾ സന്ദർഭം അനുസരിച്ച് പാടുക. സന്ദർഭോചിതമായിട്ട് പാട്ടുകൾ പാടണം. അതായത് വിവാഹ ശുശ്രൂഷയിൽ പാടേണ്ടതായ പാട്ടുകളുണ്ട്. ശവസംസ്കാര സമയത്ത് നമ്മൾ പാടേണ്ടതായ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ആരാധനാ സമയത്ത് പാടേണ്ടുന്ന പാട്ടുകളുണ്ട്. അതുപോലെ ആഹ്വാനത്തിൻ്റെ സമയത്ത് പാടേണ്ടതായ പാട്ടുകളുണ്ട്. ഇതെല്ലാം പാട്ടുകൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കി സന്ദർഭോചിതമായിട്ട് ഉപയോഗിച്ച് പാട്ട് പാടുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് ശുശ്രൂഷ മനോഹരമാകുന്നത്, അല്ലേ? നമ്മൾ പ്രസംഗമെല്ലാം കഴിഞ്ഞു, അവസാനമായിട്ട് നല്ലൊരു ആഹ്വാനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പാടാം? ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഈ പാട്ട് നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുന്ന ആദ്യത്തെ പാട്ടായിട്ട് നമ്മൾ സാധാരണയായിട്ട് പാടാറില്ല. പക്ഷെ ഒരു പ്രസംഗത്തിൻ്റെ അവസാനം ഒരു ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് നമ്മളത് പാടാറുണ്ട്. അപ്പോൾ സന്ദർഭോചിതമായി പാട്ടുകൾ ഉപയോഗിക്കുക. പാട്ടുകൾ ചിലർ വാക്കുകൾ മാറ്റിപ്പാടും. മഹൽ പ്രേമം എന്നെഴുതിയ പാട്ട് ഇപ്പം എങ്ങനെ ആക്കി? മഹൽ സ്നേഹമാക്കി, അല്ലേ? എമിച്ചിന സാറ് പാട്ട് എഴുതിയപ്പോൾ മഹൽ പ്രേമം എന്ന് തന്നെ എഴുതിയത്. ആ മഹൽ പ്രേമം എന്നുള്ളതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. എന്താണെന്നറിയത്തില്ല, നമ്മുടെ അനേകരാ അർത്ഥം അങ്ങോട്ട് മാറ്റിയിട്ട് മഹൽ സ്നേഹമാക്കി കളഞ്ഞു. പ്രേമത്തിന് അഗാധമായ ഒരു അർത്ഥമുണ്ടായിരുന്നു. ഡിവൈൻ ലവ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകാൻ സമയമില്ലല്ലോ. അർത്ഥമുള്ള പാട്ടുകൾ നല്ല മനോഹരമായിട്ട് പാടുമ്പോൾ ചില പാട്ടുകളുടെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി പാടാണ്. സ്പീതമാം കരിമുകിലെ സാധു ചാതകങ്ങളാണ് ഞങ്ങൾ, നീ തരുന്നൊരു ശീകരം അനുഭവിച്ചു, അല്ലേ? അത് പാടി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മാനുവേൽ മനുജസുധ എന്നുള്ളതായ പാട്ടാണ്. അത് പാടി നമുക്ക് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്ഫീതമാം കരിമുകിലെ എന്നുള്ളതായ വളരെ അർത്ഥമുള്ള മനോഹരമായ വരികളാണ്. അത് പാടി അവസാനിപ്പിക്കണം. അതായത് സ്ഫീതമാം കരിമുകിലെ എന്ന് പറയുമ്പോൾ, സ്ഫീതം എന്ന് പറഞ്ഞാൽ വീർത്തത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന. കരിമുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘമാണ്. ചാതകം എന്ന് പറഞ്ഞാൽ വേഴാമ്പലാണ്. ശീകരം എന്ന് പറഞ്ഞാൽ ചാറൽ മഴയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വരികൾ പാടുക. സ്ഫീതമാം കരിമുകിലെ സാധു ചാതകങ്ങളാണു ഞങ്ങൾ, നീ തരുന്നോരു ശീകരമനുഭവിച്ചു സർവശോകവും ശമിപ്പിക്കുവാൻ കൃപ ചെയ്യണേ മാനുവേൽ മനുജസുധ. താങ്ക് യു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.